കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ കുറയൻറുമില്ലേ എന്ന കീർത്തനത്തിൻ്റെ പല്ലവി നോക്കിയിരുന്നു. അടുത്ത രാഗം വരുന്നത് കാപ്പി രാഗമാണ്. കാപ്പി രാഗത്തിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാപ്പി രാഗത്തിലുള്ള ആ പോർഷൻ നോക്കാം. തിറയിൻ പിന്നിൽ കിണ്ടായ് കണ്ണ. മനോഹരമായ ഒരു ലൈൻസും അതുപോലെ തന്നെ അതിൻ്റെ കമ്പോസിങ്ങും അതുപോലെയാണ്. തിറയിൻ പിന്നിൽ കിണ്ടായ് കണ്ണ. സ്വരം സസ പാപ മപ്പഗരി മപ്പമരി പമപ്പ. അല്ലെങ്കിൽ തിരയും അങ്ങനെ വായിക്കാം. സ സ സാടെ വന്ന് നനക്കി വെച്ചാൽ മതി. സ സ പ പ സ സ നിധ പ പ സ സ നിധ പ പ മപ്പഗരി മമപ്പ കണ്ണ. പനി മപനി സരിക പനി മപനി സരിക പനി മപനി സരിക ഗരി സ സ നി സ ധനി പദ നി നി സ. ചിറകിൻ പിള്ളിൽ കിണ്ടായ് കണ്ണ എന്നാണ് നിർത്തിയിട്ട് റെപ്പറ്റീഷൻ വരുമ്പോൾ തിറകിൻ പിള്ളിൽ കിണ്ടായ് കണ്ണ കണ്ണ. തിറകിൻ പിള്ളിൽ കിണ്ടായ് കണ്ണ. കണ്ണാനന്ദൻ മതയോടും ഞാനിയർ മട്ടുമേ. തിറയിൻ പിന്നിൽ കിണ്ടായ് കണ്ണ ഉന്നെ മറയോതും ഞാനിയർ മട്ടുമേ. മവരി സത്നിപ്പ മപരി സത്നിപ്പ മഗമ കാൺമായി പനി മപ മപരി സരിക ആണ് റെപ്പറ്റീഷൻ. അടുത്ത വരുമ്പോൾ ഞാനിക മട്ടുമേ കാൺമായി മപരി മകരി സനി സ. என்றாலும் குறையொன்றும் நீ 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 சசகாரி நீ 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 சசகாரி. எனக்கில்லை கண்ணா பபகரி சகரி என்றாலும் குறையொன்றும் ரேமா மப்ப பாப்ப எனக்கில்லை பபனி பபனி மப கண்ண சனி ச இனி பரிசா. என்றாலும் குறையொன்றும் ரேமா மப்ப பப்ப பபனி மப நிவரி நீசா. அடுத்த லைன். குன்றின் மேல் கல்லாகி நிற்கின்ற வரதா குன்றின் மேல் கல்லாகி நீச நிதரி க க க
സഗരി. അടുത്ത സംഗതി കുളിൻ മേൽക്കല്ലാകി നീ സനി സനി സഗരി. കുളിൻ മേൽക്കല്ലാകി നിൽക്കിன்ற வரத குறையொன்றுமில்லை. குறையொன்றுமில்லை. மறைமூர்த்தி கண்ட ரீமா பரிமாப்பா ரீமா பரிமாப்பா நீ பரிசா കുറയുള്ളുമില്ലേ. നെക്സ്റ്റ് ആ ഗാന്ധാരമാണ് ആ കാപ്പി രാഗത്തിലെ അന്തര ഗാന്ധാരത്തിന്റെ പ്രയോഗം. നിസഗമ നിസഗമ ഗരിത കുറയൊഴുമില്ലേ മറമൂർത്തി. കുറയൊഴുമില്ലേ മറമൂർത്തി. നിസഗമ ഗരിത ഗരിസ സനിതമരിത കണ്ണമണിവർണ്ണ മലയപ്പ റിമ പാപ്പ ഗോവിന്ദ മവനീസ ഗോവിന്ദ. അപ്പോ അടുത്ത ലാസ്റ്റ് ലൈൻ തൊട്ട് വായിക്കാം. ഗോവിന്ദ അങ്ങനെ വരും. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതൊന്ന് എല്ലാവരും ശ്രമിച്ചു നോക്കുക. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം കാപ്പി രാഗത്തിൻ്റെ ആ റൂട്ട് പഠിച്ചാൽ മാത്രമേ ഇത് വായിക്കാൻ പറ്റുള്ളൂ. കുറച്ച് ഡെപ്തിൽ അതിനെ അനലൈസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പതുക്കെ കണ്ട് അത് സ്വരത്തിനേക്കാട്ടിലുപരിയാണ്. എല്ലാവരും പറയാറുണ്ട് സ്വരം എഴുതി കാണിക്കണമെന്നൊക്കെ. പക്ഷേ ഈ സ്വരത്തിലൂടെ മാത്രമല്ല സഞ്ചരിക്കുന്നത്, അതാണ് പ്രത്യേകത. സ്വരം മാത്രമായിട്ട് വായിച്ചാൽ അതൊരു പട്ടാള ചിട്ടയിൽ പോകുന്ന ഒന്നാവും. ആ പാട്ടിൻ്റെ അല്ലെങ്കിൽ ആ കൃതിയുടെ യഥാർത്ഥ ഭാവസംഗീതം ഒരിക്കലും വെറും നോട്ടുകൾ മാത്രമായിട്ട് കിട്ടില്ല. അത് വരണമെങ്കിൽ ആ രാഗത്തിൻ്റെ സ്ട്രക്ചറിനെ നമ്മളിലേക്ക് ഉൾക്കൊള്ളണം. അതുപോലെ ആ ഫിംഗറിങ് ടെക്നിക്സ്, കൈ എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കി തന്നെ വായിക്കണം. അപ്പോൾ എത്ര നോട്ട് എഴുതിയെന്ന് പറഞ്ഞാലും നോട്ടിലൂടെ അല്ല കറക്റ്റായിട്ട് പോകുന്നത്. ഇപ്പം മവനിസ എന്ന് പാടിയാലും മവനിസ എന്ന് കേൾക്കില്ല. പ്ലെയിൻ ആയിട്ട് മവനിസ നമ്മൾ എഴുതി വെച്ചാൽ അതല്ല മവനിസ, ഇത് മപ സനിസ എന്നാണ് ഞാൻ വായിക്കുന്നത്. മപ സനിസ ഇപ്പോഴാണ് ഭാവം വരുന്നത്. ആ ഒരു വ്യത്യാസം എല്ലാത്തിലും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ നൊട്ടേഷൻ മാത്രമല്ല, അതിലുപരിയാണ് ആ സംഗീതത്തിൻ്റെ ഡെപ്തും ആ ഭാവവും. അപ്പോൾ ഭാവസംഗീതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കേൾക്കുകയും ആ രാഗങ്ങളെ കൂടുതലായിട്ട് കേൾക്കുകയും രാഗത്തെ നമ്മളിലേക്ക് എത്രത്തോളം അടുപ്പിക്കാമോ മനസ്സിൽ ആ രാഗത്തിനെ ഉറച്ചു കഴിഞ്ഞാൽ ആ രാഗത്തിലുള്ള കൃതികളും പാട്ടുകളായാലും എല്ലാം എളുപ്പത്തിൽ വരും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ ദിവസവും ഓരോ പഠന വിഷയം നമ്മളിലേക്ക് എത്തട്ടെ. അത് നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, മുന്നോട്ട് നീങ്ങുക. അപ്പോൾ യഥാർത്ഥ സംഗീതത്തിൻ്റെ ഭാവസംഗീതം നമ്മളിലേക്ക് എത്തും. അപ്പോൾ മാക്സിമം ആ രാഗത്തെ കേൾക്കുക,
രാഗത്തിലുള്ള കൃതികൾ, വർണ്ണങ്ങൾ എത്രത്തോളം പഠിക്കുക അത്രത്തോളം പഠിക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അധ്വാനിച്ച് നല്ല രീതിയിൽ വായിക്കാറാവട്ടെ എന്ന് ആശംസിക്കുന്നു.